ഹലോ ഫ്രണ്ട്സ്, യാത്രാമംഗളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എലിവേറ്റഡ് ഹൈവേ ആണ്. കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേ ആണ്. ആലപ്പുഴ ജില്ലയിലെ അരൂര് പള്ളിയുടെ അടുത്തു നിന്ന് തുടങ്ങി തുറവൂർ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെയുള്ള സ്ഥലങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. എലിവേറ്റഡ് ഹൈവേ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് തോന്നിയത്, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് ആലപ്പുഴ ജില്ല. അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ഈ അരൂര് മുതൽ തുറവൂർ വരെയുള്ള ഭാഗങ്ങൾ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബംഗാളികളും കൊടകിലുള്ള ആൾക്കാരും സകല സ്റ്റേറ്റിലുള്ള ആൾക്കാരും കുടിയേറി പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഞാനീ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ. ചന്ദ്രൂർ, രമല്ലൂർ, തുറവൂർ, കുത്തിയതോട്, അരൂര്, ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബംഗാളിലൊക്കെ ചെന്ന പോലെ ഉണ്ടാവും. ഹൈവേയിൽ നോക്കിയാൽ മതി, ഹൈവേയിൽ പോകുമ്പോൾ സൈഡിലേക്ക് നോക്കിയാൽ മതി. നിരവധി ചെറിയ റോഡുകൾ വന്ന് കയറുന്നൊരു ഭാഗം കൂടിയാണ് ഈ എലിവേറ്റഡ് ഹൈവേക്ക് തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നൊരു വശം കൂടിയാണ്. കാലാകാലങ്ങളായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തി ഉപജീവന മാർഗം കഴിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും. നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതിന് ശേഷം അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിലെ തിരക്കും കുറയും, അവരുടെ ജീവിതമാർഗം വഴിമുട്ടിയ ഒരവസ്ഥയിലാണ്. അവർ ചെറുപ്പം തൊട്ടേ ആ ഒരു ജോലി മാത്രം ചെയ്ത് ശീലിച്ചുകൊണ്ട് മറ്റു ജോലികളിലേക്ക് അവർക്കത്ര പ്രവൃത്തി പരിചയം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു വശമുണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഏതായാലും ഈ എലിവേറ്റഡ് ഹൈവേ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും അപകടങ്ങൾ കുറയുന്നതിനും ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ് ഇങ്ങനെ ഒരു എലിവേറ്റഡ് ഹൈവേ ചെയ്യാനുള്ളൊരു തീരുമാനം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് ഇന്ത്യയിലാകമാനം ദേശീയപാതയുടെ വേഗത ശരവേഗത്തിലാണ്. അതിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് കാണാവുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ മികച്ച രീതിയിലുള്ള സപ്പോർട്ടും ഈ ദേശീയപാത വികസനത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇപ്പോൾ അവസാനത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത്, അരൂര് മുതൽ എടപ്പള്ളി വരെ ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നീട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ്. ഹൈവേയിൽ യു ടേൺ വന്നു കഴിഞ്ഞാൽ എന്തായാലും അപകടം ഉണ്ടാകും. ഒരിക്കലും ഹൈവേയിൽ യു ടേൺ എടുക്കാൻ പാടില്ല. അതിൽ ഏറ്റവും കൂടുതൽ യു ടേൺ ഉള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മർമ്മസ്ഥാനമായിട്ടുള്ള എറണാകുളം ഭാഗത്ത് തന്നെയാണ്. അതിൽ എടപ്പള്ളി മുതൽ വൈറ്റില വരെയുള്ള ഭാഗത്ത് യു ടേൺ കൊണ്ട് കളിയാണ്. വന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വന്നിങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ചാടുകയാണ് യു ടേണിലൂടെ വാഹനങ്ങൾ. ഏതായാലും അതിനൊക്കെ ഒരു വലിയൊരു പരിഹാരമാണ് അരൂര് തൊട്ട് എടപ്പള്ളി വരെ നീട്ടുന്ന എലിവേറ്റഡ് ഹൈവേ. നമ്മൾ സ്ഥലം എത്ര ഏറ്റെടുത്ത് കൊടുക്കുന്നോ അവിടെ വികസനം നടത്താനായിട്ട് ഫണ്ടൊരു വിഷയമേ അല്ലെന്ന് ഒരു 10 കൊല്ലം മുന്നേ തന്നെ നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഈ 13 കൊല്ലങ്ങൾ കൊണ്ടുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നമുക്ക് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിലും നടക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണം നടത്താനായിട്ട് വൈകിയത്. കാരണം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനുള്ള ഒരു പോരായ്മയായിരുന്നു അതിലേറ്റവും പ്രധാന കാരണം. 30 മീറ്റർ എന്നും പറഞ്ഞിട്ട് ഇരു സർക്കാരും ഈ ഒരു പാതയെ വൈകിപ്പിച്ച്. പിന്നെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വികസനം നടക്കുമ്പം ഈ ഒരു കൊച്ചു കേരളവും അതിനോടൊപ്പം തന്നെ മുന്നേറുക എന്നത്
നമ്മുടെ ജനങ്ങളുടെ വികസനത്തിൻ്റെ ഒരാവശ്യം കൂടി ആയതുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാർ മികച്ച രീതിയിൽ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിനു മുന്നേ പണി കഴിഞ്ഞൊരു സ്ഥലമാണ് ആറുവരിപ്പാത കഴിഞ്ഞൊരു സ്ഥലമാണ് പാലക്കാട്, മണ്ണൂത്തി, അങ്കമാലി, ആലുവ എന്നീ ഭാഗങ്ങൾ. ഇതിലേറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അങ്കമാലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും വിശേഷ ദിവസമാണെങ്കിൽ ഓണം, വിഷു, പെരുന്നാൾ പോലുള്ള വിശേഷ ദിവസമാണ് നമ്മൾ അങ്കമാലി വഴി പോകുന്നതെങ്കിൽ അങ്കമാലി എത്തിക്കഴിഞ്ഞാൽ വണ്ടിയോട് ഓഫ് ചെയ്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനേ പറ്റുള്ളൂ. കാരണം കൊച്ചിനെയൊക്കെ വേഗത കുറവായിരിക്കും ഒന്ന് അതുവഴി ഒന്ന് കടന്നു കിട്ടാനായിട്ട് അങ്കമാലി ടൗൺ. ഞാൻ കുറച്ച് നാൾ അനുഭവിച്ചതാണത്. ഏതായാലും അവിടെയും ഒരു മേൽപ്പാലം ഇല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേ ഒക്കെ ഭാവിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ പാതകളുടെ എല്ലാം നിർമ്മാണ പ്രവൃത്തി വളരെ വേഗത്തിലാണ് നടക്കുന്നത്. കാരണം ഞങ്ങൾ ഓരോ 3 മാസം കൂടുമ്പോൾ ഇതുവഴി നാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം ഞങ്ങൾക്കിത് ഇതിൻ്റെ നിർമ്മാണ പുരോഗതി ശരിക്കും ഞങ്ങൾക്കിത് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏതായാലും വളരെ വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടുമെന്നും നമ്മുടെ കേരളം മറ്റ് സ്റ്റേറ്റുകളുടെ വികസനത്തിനൊപ്പം എത്തിച്ചേരുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, പിന്നൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെന്താ എനിക്ക് തിരിച്ചു തരേണ്ടത്? നിങ്ങളും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക്, കമൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് ഇതിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുക, പിന്നെ വ്യൂസ് കൂടുക, അതൊന്ന് മോണിറ്റൈസേഷൻ ആകുക, നല്ല രീതിയിൽ ഈ ഒരു ചാനൽ കൊണ്ടുപോയിട്ട് വരുമാനം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ എല്ലാവരും കാണുക. അപ്പോൾ നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞങ്ങളുണ്ടാവും. ഓക്കെ, ബൈ.